ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2023-24 വർഷത്തിലെ 4ാം ക്ലാസ് സെക്കൻഡ് ടേം ഇവാലുവേഷൻ ഇംഗ്ലീഷ്, അതായത് ക്രിസ്മസ് എക്സാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, ലിസൺ ആൻഡ് റൈറ്റ്. വാച്ച് ദ പിക്ചർ കെയർഫുള്ളി. അപ്പോൾ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് നോക്കുക. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ പിക്ചർ നോക്കിയതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൂ വേർ ദ 4 ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ആ ഫോറസ്റ്റിലെ 4 ഫ്രണ്ട്സ് ആരൊക്കെയാണ്? അപ്പോൾ ആ പിക്ചറിൽ നിന്ന് മനസ്സിലാവും ആരൊക്കെയാണ്. ഡിയർ, മൗസ്, ടോട്ടോയ്സ്, അതുപോലെ തന്നെ ക്രോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എവ്രി ഈവനിങ് ദേ യൂസ് ടു ഗെദർ നിയർ ദ ഡാഷ്. എവിടെയാണ്? നിയർ ദ പോണ്ട്, ലേക്ക്, റിവർ. എവിടെയാണ്? നിയർ ദ ലേക്ക്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡാഷ് വാസ് മിസ്സിങ്. അപ്പോൾ ആരാണ് മിസ്സായിട്ടുള്ളത്? The deer was missing. ഇനി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, the deer always comes early. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? അത് ശരിയാണ്, ട്രൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I will go and check who said these words. അപ്പോൾ ഞാൻ പോയി നോക്കാം, ഇത് ആരാണ് പറഞ്ഞത്? ക്രോ ആണ് പറഞ്ഞത്, ദ ക്രോ. അപ്പോൾ ഈ പിക്ചർ കണ്ടതിന് ശേഷം ടീച്ചർ കൂട്ടുകാർക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരും. അപ്പോൾ ആ സ്റ്റോറി കേട്ടാൽ ഇതിനുള്ള ആൻസേഴ്സൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 2, ഡിസ്ക്രിപ്ഷൻ. ദ ക്രോ സോ ദ ഡിയർ നിയർ ഇറ്റ്സ് നെസ്റ്റ്. അപ്പോൾ എന്താണ്? ക്രോ ആരിനെ കണ്ടു? ഡിയറിനെ കണ്ടു. നെസ്റ്റിൻ്റെ അടുത്തായിട്ട് ഡിയറിനെ കണ്ടു. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ ആൻഡ് ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പിക്ചറും എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഈ പിക്ചറിൽ കാണാനുണ്ട്? എ മാൻ, crow, deer, tortoise, mouse are the characters in the story. A man with woodcutter standing near the tree for cutting the tree. എന്താണ്? അപ്പോൾ ഇത് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മാൻ, അതുപോലെ തന്നെ ക്രോ, ഡിയർ, ടോട്ടോയ്സ്, മൗസ് ഒക്കെയാണ്. പിന്നെ ഒരു മാന് വുഡ് കട്ടറും പിടിച്ചിട്ട് മരത്തിൻ്റെ അപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. ദ ട്രീ കണ്ടെയ്ൻസ് നെസ്റ്റ്. അപ്പോൾ ഈ ട്രീയിൽ എന്തുണ്ട്? നെസ്റ്റ്, കൂടുണ്ട്. ദ ഡിയർ ബെഗ് ദ മാൻ ഫോർ ഗോ ബാക്ക്. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി, മരം വെട്ടാതെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഡിയർ ആ മാനിനോട് പറഞ്ഞു. ദ മാൻ ഗോ ബാക്ക്. അപ്പോൾ എന്തുണ്ടായി? ഈ മാൻ തിരിച്ചു പോയി. ദ ഡിയർ, ടോട്ടോയിസ്, ക്രോ, മൗസ് ബിക്കെയിം ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 3, പോസ്റ്റർ. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. മരം വെട്ടിയിട്ട് അതിൻ്റെ മേലെ ക്രോ കയറി നിൽക്കുക, നെസ്റ്റൊക്കെ താഴെ വീണിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ട്രീസ്. അപ്പോൾ ട്രീസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ പോസ്റ്ററിൽ? സേവ് ട്രീസ്, സേവ് നേച്ചർ. അപ്പോൾ അതാണ് എന്താ പറയുക പോസ്റ്ററിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 4, കോൺവെർസേഷൻ. ദ ചൈൽഡ്സ് ഫാദർ വെന്റ് ടു ദ ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസ്. ഹി ടോൾഡ് ദ മാൻ ഇൻ ദ ഓഫീസ് അബൌട്ട് ഹിസ് ചൈൽഡ് മിസ്സിംഗ് ചൈൽഡ്. എന്താണ്? ഈ കുട്ടിയുടെ ഫാദർ എങ്ങോട്ട് പോയി? ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസിലേക്ക് പോയിട്ട് ഈ കുട്ടിയുടെ മിസ്സിങ്ങിനെ കുറിച്ചിട്ട് അവിടുത്തെ ഓഫീസറിനോട് പറഞ്ഞു. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മാൻ ഇൻ ദ ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസ് ആൻഡ് ദ ചൈൽഡ്സ് ഫാദർ. അപ്പോൾ എന്താണ്? ഈ ചൈൽഡിൻ്റെ അച്ഛനും അതുപോലെ തന്നെ അവിടുത്തെ കമ്മിറ്റി ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, മാൻ എന്തോ പറയുന്നുണ്ട്, എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാദർ ഐ ലോസ്റ്റ് മൈ ചൈൽഡ് എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും മാൻ ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി? അപ്പോൾ ഫാദർ പറയും ഐ ലോസ്റ്റ് മൈ ചൈൽഡ്. അപ്പോൾ മാൻ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? മാൻ ചോദിച്ചിട്ടുണ്ടാവും വേർ ഡിഡ് ദ ചൈൽഡ് ഗോ മിസ്സിങ്. അപ്പോൾ എവിടുന്നാണ് നിങ്ങളുടെ കുട്ടിയെ കാണാതായത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫാദർ എന്ത് ഉത്തരം പറയും?
ഇൻ ദ ഫെസ്റ്റിവൽ അറൗണ്ട് 3 PM. അപ്പോൾ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ഏകദേശം 3 മണിയായപ്പോൾ എന്ന് ഫാദർ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇനി മാൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുക, ഡോണ്ട് വെറി വി വിൽ ടേക്ക് നെസസറി സ്റ്റെപ്സ്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് എന്ന് പറയും. അപ്പോൾ ഫാദർ ഓക്കെ പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺവേഴ്സേഷൻ്റെ ഒരു മോഡൽ. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിന് പകരം കുട്ടി കാണാണ്ടായപ്പോൾ എന്ത് ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, കുട്ടിയുടെ രൂപം എങ്ങനെ, ഫോട്ടോ തായോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കോൺവേഴ്സേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. അടുത്ത ആക്ടിവിറ്റി 5 സീക്വൻസ് ദ ഇവൻറ്റ്സ്. അപ്പോൾ ഇവൻറ്റ്സ് സീക്വൻസ് ചെയ്യാൻ ഡു യു റിമെമ്പർ ഇവാനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ കുറച്ച് ഈവൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സീക്വൻസ് ദ ഈവൻറ്റ്സ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ ഇത് സീക്വൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ദ മെർച്ചൻറ്റ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. ഇനി നെക്സ്റ്റ് ദ മെർച്ചൻറ്റ് ബിക്കം ദ സെർവൻറ്റ്. ഇവാൻ ബിക്കം ദ കിങ്. ദ ക്യാപ്റ്റൻ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് ഇൻ ദ സീ. ദ മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക്. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം വരിക? അപ്പോൾ ആദ്യം നമ്പർ 1 ഫസ്റ്റത്തെ എന്താ വരിക? ദ മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക്. അപ്പോൾ ഒന്നാമത്തെ എഴുതിയ അവിടെ എന്താണ് എഴുതേണ്ടത്? ദ മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക്. ഇനി രണ്ടാമത്തെ എന്ത് വരും? ദ മെർച്ചൻറ്റ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ദ ക്യാപ്റ്റൻ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് ദ സീ. എന്താ ഹ്യൂജ് വേവ്സ് വരുന്നത് ക്യാപ്റ്റൻ കണ്ടു. ഇനി നെക്സ്റ്റ് നാലാമത്തെ ഇവാൻ ബിക്കെയിം ദ കിങ്. എന്താവും? ഇവാൻ അവിടുത്തെ കിങ് ആവും. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ദ മെർച്ചൻറ്റ് ബിക്കം ദ സെർവൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 6. അടുത്തത് ആക്ടിവിറ്റി 6 ക്രോസ് വേർഡ് പസിലാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. അപ്പോൾ എന്താണ് ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അക്രോസും ഡൗണും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് ഡാഷ്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ലൈനാണ്. എന്താണ്? ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. അപ്പോൾ ഒന്ന് എഴുതി കൊടുത്ത് നേരെ നമ്മൾ അനോയ്ഡ് എന്ന് എഴുതണം. ഓരോ ബോക്സിലും ഓരോ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ വേണം എഴുതാൻ. അനോയ്ഡ്, ANOYED, അനോയ്ഡ്. ഈ നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവാൻ വെൻറ്റ് ടു ദ. ഇവാൻ എവിടേക്കാണ് പോയത്? ഇവാൻ വെൻറ്റ് ടു ദ പാലസ്. എവിടേക്കാണ്? പാലസ്. ദ കിങ് ഓർഡേർഡ് ദ മാൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ. എന്ത് സ്റ്റോപ്പ് ചെയ്യാനാണ്? കട്ടിങ് ദ ട്രീസ്. എന്താണ്? കട്ടിങ് ദ ട്രീസ്. ഇനി നെക്സ്റ്റ് നാലാമത്തെ ഇവാൻ ആസ്ക്ഡ് ദ ഡാഷ് ടു ഇവാൻ ആസ്ക് ദ ഡാഷ് ടു ഓപ്പൺ ദ വിൻഡോസ്. ഇവാൻ ആരോടാണ് ഈ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്? സെർവൻസ്. ആരോടാണ്? സെർവൻറ്റിനോട്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മെനി ഡാഷ് perched to the window. Many crows perched to the window. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ആദ്യത്തെ അനോയ്ഡ്, രണ്ടാമത്തെ പാലസ്, ദെൻ മൂന്നാമത്തെ ട്രീസ്, നാലാമത്തെ സെർവൻസ്, അഞ്ചാമത്തെ ക്രോസ്. 4ഉം 5ഉം ഡൗൺ താഴേക്ക് വേണം എഴുതാൻ. ബാക്കിയൊക്കെ നേരെ എഴുതി പോവുക. ഓരോ ബോക്സിലും ഓരോ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.